സോ ബിഗ് ബോസ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ പ്രൊമോ ഈ ഒരു സീസണിന്റെ തീം എന്താണെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ലാലേട്ടന്റെ പ്രൊമോ ഒക്കെ കണ്ട് പ്രേക്ഷകരൊക്കെ ഇങ്ങ് ആവേശപുളകിതരായിട്ട് ഇരിക്കുകയാണ്. ആസ് യൂഷ്വൽ കഴിഞ്ഞ സീസണുകളിലൊക്കെ വന്നതുപോലെ തന്നെ ഒരു പഞ്ചിങ് പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഹൈപ്പിൽ പ്രേക്ഷകർ, അതായത് ബിഗ് ബോസിന്റെ മലയാളം പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര ആവേശം നൽകുന്ന രീതിയിലൊക്കെ. പിന്നെ ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ, ഈ ഒരു പ്രൊമോയുടെ ക്വാളിറ്റി, വിഷ്വൽസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ലാലേട്ടന്റെ പ്രസൻസ് എല്ലാം കൂടെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ് ആക്ഷൻ സിനിമയുടെ ട്രെയിലർ കാണുന്ന ഒരു ഫീലാണ്. കഴിഞ്ഞ കുറച്ച് സീസണുകൾ വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കഴിഞ്ഞ സീസൺ ആണെന്നുണ്ടെങ്കിലും ഈ സീസൺ ആണെന്നുണ്ടെങ്കിലും ബിഗ് ബോസിന്റെ ആ ഒരു സീസണിന്റെ തീം എന്താണെന്ന് സൂചന നൽകിക്കൊണ്ടുള്ള പ്രൊമോ എന്ന് പറയുന്നത് ഭയങ്കര പഞ്ചിങ് ആയിട്ടുള്ള പ്രൊമോയും കാര്യങ്ങളുമാണ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. മുൻകാലങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സീസണും അതുപോലെ തന്നെ ഈ സീസണും അതുപോലെയൊക്കെ തന്നെയാണ്. ഇതുപോലെ വൺ ഹൈപ്പിൽ പ്രൊമോ എത്തിക്കഴിയുമ്പോൾ ആ ഒരു പ്രൊമോ ലാലേട്ടന്റെ അവതരണം കൂടി ആയി കഴിയുമ്പോൾ ബിഗ് ബോസിന്റെ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രതീക്ഷിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രതീക്ഷകൾ ശരിക്കും ഈ പ്രൊമോ കണ്ടുവരുമ്പോൾ അതിൽ കാണുന്ന ഹൈപ്പും ഇന്റൻസിറ്റിയും ആ പ്രൊമോയിൽ പറയുന്ന പ്രോമിസും കാര്യങ്ങളും ഒക്കെ ശരിക്കും നമുക്ക് ഈ ഒരു സീസൺ, അല്ലെങ്കിൽ കഴിഞ്ഞ സീസൺ ആണെന്നുണ്ടെങ്കിലും ബിഗ് ബോസിന്റെ ഓരോ സീസൺ തുടങ്ങിക്കഴിഞ്ഞ് അത് അവസാനിക്കുമ്പോൾ ശരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് ലഭിക്കാറുണ്ടോ? ഇത് ശരിക്കും സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ശതമാനവും ബിഗ് ബോസിന്റെ പ്രേക്ഷകർ പറയുന്നത് നോ എന്ന് തന്നെയായിരിക്കും. മറ്റൊരു രീതിയിൽ ബിഗ് ബോസിനെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് പരമായ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് തന്നെ പറയാം. TRP ഒക്കെ ഓരോ സീസൺ കഴിയുമ്പോഴും മുന്നോട്ട് കൂടിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്നത് അത്യാവശ്യം പുതിയൊരു ഷോ തന്നെയാണ്. ആകെ 8 സീസൺ ആണ് ഈ ഒരു സീസൺ കൂടി ആകുമ്പോൾ എത്തുന്നുള്ളൂ. അത് 2 സീസൺ ശരിക്ക് നടന്നില്ല. അതുകൊണ്ട് ഓരോ സീസൺ കഴിയും തോറും പ്രേക്ഷകർ കൂടി തന്നെ വരും. ഈ ഒരു 10 സീസൺ 12 സീസൺ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ആയിരിക്കണം ഹിന്ദി പോലെ നമുക്കും അറിയാം, ഹിന്ദിയിലൊക്കെ പല സീസണുകളും അട്ടർ ഫ്ലോപ്പ്, പ്രേക്ഷകർ ആയിട്ട് ആരും തന്നെ കാണാനില്ലായിരുന്നു. TRP ഒക്കെ വളരെ മോശമായിരുന്നു. കഴിഞ്ഞൊരു സീസൺ ആണ് പിന്നെയെങ്കിലും കയറി വന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം. സോ മലയാളത്തിൽ ഇപ്പോൾ ഒരു പുതുമ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകരൊക്കെ നല്ല രീതിയിൽ എത്തുന്നത് കൊണ്ട് ബിസിനസ് പരമായി ബിഗ് ബോസിനെ സംബന്ധിച്ച്, ബിഗ് ബോസിന്റെ ടീമിനെ സംബന്ധിച്ച് കുറച്ച് TRP ഒക്കെ ഹൈ ലെവലിൽ തന്നെ ലഭിക്കും. ബട്ട് ഒരു ബിഗ് ബോസിന്റെ പ്രേക്ഷകർ എന്ന നിലയിൽ കഴിഞ്ഞ 2-3 സീസണുകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അട്ടർ ഫ്ലോപ്പ് തന്നെയാണ്. ഓരോ സീസണും ഭയങ്കര നിലവാരമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കഴിഞ്ഞൊരു സീസൺ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ബിഗ് ബോസ് മലയാളത്തിൽ ലാലേട്ടൻ ഭയങ്കര പഞ്ചിങ് ഒരു സിനിമയുടെ ട്രെയിലർ, ഒരു മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്ന രീതിയിലായിരുന്നു ബിഗ് ബോസിന്റെ പ്രൊമോയും കാര്യങ്ങളും. 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കിയത്. അതിന്റെ പുറകെ പല പ്രൊമോകളും എത്തി. അതായത് ബിഗ് ബോസിനുള്ളിലെ സ്ട്രാറ്റജികളെയൊക്കെ തൂക്കി എറിയും, അതുപോലെ തന്നെ കരച്ചിൽ നാടകം, പല സ്ട്രാറ്റജികൾ വർക്കൗട്ട് ആക്കുന്നവര്, ബിഗ് ബോസിന്റെ ടീമിനെതിരെ പോലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും, നല്ല ടാസ്കുകൾ കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ അവരെയൊക്കെ വലിച്ചു കീറും എന്നൊക്കെയുള്ള പ്രോമിസുകളൊക്കെ പ്രേക്ഷകർക്കൊക്കെ നൽകിക്കൊണ്ടുള്ള പ്രൊമോയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കഴിഞ്ഞൊരു സീസണിൽ വന്ന. ഇതൊക്കെ കണ്ട മലയാളത്തിന്റെ ബിഗ് ബോസ് പ്രേക്ഷകരൊക്കെ വളരെ ആവേശത്തോടെ തന്നെയായിരുന്നു ആ ഒരു സീസണിന് വേണ്ടി കാത്തിരുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പ്രതീക്ഷിച്ചിരുന്നത് നമ്മുടെ ഹിന്ദി സീസണിൽ സൽമാൻ ഖാൻ വരുന്നത് പോലെ ലാലേട്ടനും എത്തി എല്ലാ കണ്ടസ്റ്റൻസിനെയും തുറന്നു കാട്ടും, അങ്ങനെയൊക്കെയുള്ള അവതരണങ്ങളും നമ്മൾ പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല മികച്ച രീതിയിലുള്ള ടാസ്കുകൾ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും സീസണിൽ ഉണ്ടാകുമെന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ പ്രേക്ഷകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. പഴയ ആ ഒരു കസേരകളിയും ഓട്ടപ്പെടുത്തവും ബലൂൺ പൊട്ടിക്കലും ഇതൊക്കെ തന്നെയായിരുന്നു ടാസ്കുകളായി എത്തിയത്. റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടു പരിചയിച്ച വെറും ലോ ലെവൽ ക്വാളിറ്റിയിലുള്ള കുറച്ച് ടാസ്കുകളായിരുന്നു ബിഗ് ബോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തീം തന്നെ വളരെ അട്ടർ ഫ്ലോപ്പ് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ കണ്ടസ്റ്റൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പോലും മികച്ചത് എന്ന് പറയാവുന്ന കണ്ടസ്റ്റൻസ് പോലും ഇല്ല. വളരെ ചുരുക്കം കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവരായിരുന്നു ആ ഒരു സീസണെങ്കിലും നിലനിർത്തിക്കൊണ്ട് പോയത്. ബാക്കി കുറച്ച് PR-ഉം അല്ലെന്നുണ്ടെങ്കിൽ മേലിറങ്ങാത്ത കുറച്ച് കണ്ടസ്റ്റൻസും ഗെയിം കളിക്കാൻ അറിയത്തില്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻസിനെയൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് ആ ഒരു സീസണെ അട്ടർ ഫ്ലോപ്പ് ആക്കി കളയുന്ന ഒരു സംഭവം നമുക്ക് നേരിട്ട് കാണേണ്ടി വന്നു. ഇതിൽ ബിഗ് ബോസിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം കണ്ടസ്റ്റൻസ് നല്ല മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് കരുതി തന്നെയാണ് ഇവരെ അതിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. ബട്ട് അതിനുള്ളിൽ ചെന്ന് കഴിയുമ്പോൾ കണ്ടസ്റ്റൻസ് അവരുടെ ഒരു ഇമേജ് ഒക്കെ നോക്കി നൈസായിട്ട് ന്യൂട്രൽ അടിച്ചൊക്കെ സേഫ് ഗെയിം കളിച്ച് പോയി കഴിഞ്ഞാൽ അവർക്കും അതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ബട്ട് കുറച്ച് നല്ല ഗെയിമുകൾ, നല്ല ടെസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ കൊടുത്ത് നല്ല മികച്ച രീതിയിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു സീസണിന്റെ അവസാനം എന്ന് പറയുന്നത് നിരാശ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും തന്നെ നടന്നില്ല. എല്ലാ രീതിയിലും അട്ടർ ഫ്ലോപ്പ് തന്നെയായി. അപ്പം ഈ ഒരു സീസണിലേക്ക് വരുമ്പോഴും പ്രേക്ഷകർക്കൊക്കെ മികച്ച രീതിയിലുള്ള പ്രതീക്ഷകളുണ്ട്. ഈ ഒരു പ്രൊമോയും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിയുമ്പോഴും വളരെ മികച്ച
ഹൈപ്പ് കൊടുത്തുകൊണ്ടുള്ള പ്രൊമോയൊക്കെ കാണുമ്പോൾ പ്രേക്ഷകരൊക്കെ നല്ല രീതിയിലുള്ള പ്രതീക്ഷകൾ തന്നെയാണ്. ഈ പ്രൊമോയിൽ പറയുന്നത് പോലെ തന്നെ ചാണക്യ തന്ത്രങ്ങൾ, ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിന്റെ പുസ്തകമൊക്കെ കാണിച്ച് ചാണക്യ തന്ത്രങ്ങൾ, രാജഭരണം, പൊളിറ്റിക്സ്, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലെ അധികാരം പിടിച്ചെടുക്കൽ, അലയൻസ്, അങ്ങനെ മറ്റു പല കാര്യങ്ങളും ഈ ഒരു പ്രൊമോയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ പ്രൊമോ അതൊക്കെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സോ പ്രൊമോ മൊത്തം നമുക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഈ ഒരു സീസണിന്റെ തീമും കാര്യങ്ങളും ഒക്കെ വ്യക്തമാകുന്നുണ്ട്. കഴിഞ്ഞ ബിഗ് ബോസ് ഹിന്ദി സീസൺ 19 ആ ഒരു ഡെമോക്രസി അല്ലെങ്കിൽ രാഷ്ട്രീയം, പൊളിറ്റിക്സ്, ഇതൊക്കെ തന്നെയാണ് ഈ സീസണിലേക്ക് അഡാപ്റ്റ് ചെയ്ത് മലയാളത്തിലും കൊണ്ടുവരാൻ പോകുന്നത്. അത് പക്ക അതുപോലെ തന്നെ കോപ്പി അടിച്ച് കൊണ്ടുവരുമെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചും കൂടെ ലിബറലാക്കി മലയാളി ഓഡിയൻസിനും കൂടെ ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മലയാളി കണ്ടസ്റ്റൻസിന് അത് ഗെയിം കളിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ തന്നെ ആയിരിക്കും കൊണ്ടുവരുന്നതും. എന്താണെന്നുണ്ടെങ്കിലും ഏകദേശം നമുക്ക് ഈ ഒരു തീമിനെ പറ്റിയുള്ള ധാരണകളും കാര്യങ്ങളും ഒക്കെ ആ ഒരു ചാണക്യ തന്ത്രങ്ങളും അല്ലെങ്കിൽ ചാണക്യന്റെ അർത്ഥശാസ്ത്രം, ലാലേട്ടന്റെ ഡയലോഗിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. രാജഭരണം, പൊളിറ്റിക്സ്, ഡെമോക്രസി, അതുപോലെ തന്നെ ഈ രാജാധികാരം പിടിച്ചെടുക്കൽ, ഇതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജികൾ, അലയൻസ്, ഇതൊക്കെ ആയിരിക്കും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8 ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന തീം എന്നതിനെ പറ്റി ഏകദേശമുള്ള ഒരു ധാരണകളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് കിട്ടി. എന്നാൽ ഇത് മാത്രം കൊണ്ട് അല്ലെങ്കിൽ പ്രൊമോയിൽ കാണിക്കുന്ന ഹൈപ്പ് മാത്രം കൊണ്ട് ഒരു ഗുണവുമില്ല. ആ ഒരു സീസൺ വന്നു കഴിയുമ്പോൾ ഈ ഒരു ഡെമോക്രസി അല്ലെന്നുണ്ടെങ്കിൽ രാജ്യഭരണം, അധികാരം പിടിച്ചെടുക്കൽ, ഇങ്ങനെയൊരു സംഭവങ്ങൾ വർക്കൗട്ട് ആകണമെന്നുണ്ടെങ്കിൽ അതിന് ചേരുന്ന രീതിയിലുള്ള ടാസ്കുകൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുന്ന തീമിനെ കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടസ്റ്റൻസ്, ശക്തരായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരണം. അതുപോലെ തന്നെ അധികാരം പിടിച്ചെടുക്കൽ, പൊളിറ്റിക്സ്, ഇതുമായി ബന്ധപ്പെട്ട ശക്തമായിട്ടുള്ള ടെസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇൻട്രസ്റ്റിംഗ് ആക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ വീക്കെൻഡ് എപ്പിസോഡുകളാണെന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പല കണ്ടസ്റ്റൻസിനെയും തുറന്നു കാണിക്കണം. അതിന്റെ അവതരണ ശൈലി ലാലേട്ടനാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള അവതരണ ശൈലികളും പല കണ്ടസ്റ്റൻസിന്റെ മുഖംമൂടികൾ വലിച്ചു കീറുന്ന രീതിയിലുള്ള അവതരണ ശൈലികളൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഒരു സീസണെങ്കിലും മികച്ച രീതിയിൽ ആക്കാൻ സാധിക്കത്തുള്ളൂ. മികച്ചൊരു തീമാണ് നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ ക്രിയേറ്റീവ് ടീമിനെ സംബന്ധിച്ച് അവർക്ക് വളരെ വലിയ ഉത്തരവാദിത്തമാണ്. ബാക്കി എല്ലാം എന്തും എങ്ങനെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്രിയേറ്റീവ് ടീം മികച്ച രീതിയിൽ ഈ ഒരു തീം എക്സിക്യൂട്ടീവ് ചെയ്ത് അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന് അതിന് മികച്ച രീതിയിലുള്ള ടാസ്കുകളും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണും മുൻകാല സീസണുകളെ പോലെ തന്നെ അട്ടർ ഫ്ലോപ്പായി പോകാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ് സീസൺ 1 പോലെ ഒരു മികച്ച സീസൺ വരാൻ വേണ്ടി. സീസൺ 1 പോലെ ഒരു മികച്ച എന്റർടൈനർ അല്ലെങ്കിൽ മാസ് ആക്ഷൻ ബിഗ് ബോസിന്റെ സീസൺ എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെയും കാണാൻ സാധിച്ചില്ല. 7 സീസണുകൾ കഴിഞ്ഞു. അതിനിടയിൽ സീസൺ 4 വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മികച്ച രീതിയിൽ ഒരു ഓഡിയൻസ് പുൾ വന്നു എന്ന് പറയാം എന്നതല്ലാതെ നമ്മുടെ സീസൺ 1 പോലെ ഒരു മികച്ച ഒരു എക്സ്പീരിയൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ബോസ് എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിച്ചില്ല. എനിവേ അത് നമ്മുടെ ക്രിയേറ്റീവ് ടീം തന്നെ വിചാരിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ ഒരു എന്താ പറയുന്ന ഡെമോക്രസി അല്ലെങ്കിൽ രാഷ്ട്രീയം, പൊളിറ്റിക്സ്, അധികാരം പിടിച്ചെടുക്കല്, അലയൻസ്, സ്ട്രാറ്റജികൾ, ഇതൊക്കെ വർക്കൗട്ട് ആക്കുന്ന രീതിയിൽ മികച്ച കുറച്ച് കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരണം. അവർക്ക് യോജിക്കുന്ന രീതിയിലുള്ള ടാസ്കുകളൊക്കെ നമ്മുടെ ക്രിയേറ്റീവ് ടീം കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ഒരു സീസണിന്റെ മൊത്തത്തിലുള്ള വിജയം നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. എനിവേസ് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ ഈ പ്രൊമോയിൽ കാണിക്കുന്ന ഹൈപ്പ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പ്രൊമോയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന വമ്പൻ സീസണെ പറ്റിയുള്ള ഹൈപ്പും കാര്യങ്ങളും ഉള്ളോ, അതോ സീസൺ തുടങ്ങിക്കഴിഞ്ഞ് നമുക്കത് കാണാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി അധികം നാളുകളില്ല. സെപ്റ്റംബർ ആദ്യ ആഴ്ച അല്ലെ രണ്ടാമത്തെ ആഴ്ച സീസൺ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനിടയിൽ വരുന്ന മാസം നമ്മുടെ കോമ്പിനേഷനായിട്ടുള്ള അഗ്നിപരീക്ഷയും കാര്യങ്ങളും ഒക്കെ തുടങ്ങാൻ പോകുകയാണ്. സോ നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുക. വരുന്ന കഴിഞ്ഞ സീസണെ പോലെ തന്നെ പ്രൊമോയിൽ കാണുന്ന ഹൈപ്പ് മാത്രമായി ഒതുങ്ങി പോവുമോ ബിഗ് ബോസ് മലയാളം സീസൺ 8, അതോ മികച്ചൊരു തീം കിട്ടി അതിനെ മികച്ച രീതിയിൽ എത്തിക്കാൻ ഈ ഒരു സീസണെങ്കിലും സാധിക്കുമോ? എന്തായാലും ചാണക്യ തന്ത്രങ്ങളുമായിട്ട് എത്തുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 മികച്ച രീതിയിൽ എത്തി, മികച്ച രീതിയിൽ അവസാനിച്ച് നമ്മൾ പ്രേക്ഷകർക്ക് മികച്ചൊരു സീസൺ നൽകാൻ സാധിക്കട്ടെ. ബിഗ് ബോസ് ടീമിന് അവരും കുറച്ച് ഹാർഡ് വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. ഇതേപ്പറ്റി നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രൊമോ കണ്ടതിന് ശേഷം എന്തൊക്കെയാണ് തോന്നുന്നത്? ഈ ഒരു തീമുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സീസൺ രക്ഷപ്പെടുമോ എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.